ആഴ്ച വിഷുടി, അടുത്താഴ്ച ഈസ്റ്റർ. ചായ കുടിക്കണം, ഈശ്വരനോട് ചെല്ലണം. ചില്ലിങ്ങൊന്നുമില്ല കൃഷ്ണ, വന്ന പണി തീർത്തിട്ട് പെട്ടെന്ന് പോണം. ശരി അതെന്തൊരു ടോക്ക് അയച്ചോണ്ണാ. പിന്നെ ഞാൻ എന്തിനാ ഒരാഴ്ചയായിട്ട് ഇവിടെ നിൽക്കണ? വിഷുവിന് പിന്നെ ഓർത്തമാര് കയറി വരും. അണ്ണാ കഴിഞ്ഞിട്ട് നല്ലതുകൊണ്ടാണെന്ന് ചോദിച്ചോണ്ട്. കുട്ടികളല്ലേ കണ്ട എടുത്ത് കൊടുത്തുവിടായിരുന്നോ? അപ്പൊ പിന്നെ ഞാനിവിടെ വെണ്ണയും തിന്നോണ്ടിരിക്കുമ്പോൾ അമ്മ ഇപ്പൊ എന്റെ ചെലവിൽ പോയി പൈൻ്റ് എടുക്കണ്ട. ഞാൻ പറഞ്ഞ അഴുക്ക പറഞ്ഞു. ഇതൊക്കെയാ കാര്യം. നാടകം മാറി തുടങ്ങിയില്ലേ? നമ്മൾ പണ്ട് പറഞ്ഞതൊക്കെ സെൻസറിങ് ചെയ്തിട്ടല്ലേ ഇപ്പോഴത്തെ പിള്ളേർ പുതിയ വചനങ്ങളൊക്കെ ഇറക്കുന്നത്. അതിലൊക്കെ അണ്ണാ ഇങ്ങനെ കാണുന്ന ഫീൽ അടിക്കുക അണ്ണാ. ഇപ്പം നിങ്ങൾ എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. പണ്ടൊരു ആവശ്യത്തിൽ ഒരു 5-6 കല്യാണം കഴിച്ചു പോയി. ഇപ്പൊ വർഷം കഴിയുന്നവർ ഈ വെട്ടാളിയന്മാർ ഓരോ ഭാര്യമാരെ വെച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കണക്കൊക്കെ എടുത്ത് നോക്കിയപ്പോ 10-16,000 എണ്ണമായി. എന്നിട്ട് ഞാൻ കണ്ടില്ല ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കണത്. എന്തരാണ് കാര്യം? എന്താ കാര്യം? യവന്മാരിങ്ങനെ ചരിത്രത്തൊക്കെ എത്രയൊക്കെ റീസെൻസറിങ് ചെയ്താലും ഒറിജിനൽ ഫയൽ ഇവിടെ തന്നെ ഉണ്ടാവുമല്ല. പിന്നെ എന്തിനാണ് ഞാനും നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കണത്? ഇതൊക്കെ ചുമ്മാ എമ്മറ പിള്ളേർ കളിയിട്ടൊക്കെ ഞാൻ എടുക്കണുള്ളൂ. പക്ഷെ ഇവന്മാർ ഇനിയും കയറി ഇവിടെ കിടന്ന് കന്നന്തിരി കാണിച്ച് കുന്തളിപ്പ് കാണിച്ച വേറെ സംസാരം ഒന്നുമില്ല. നിങ്ങൾ ആ ചൂലം കൊണ്ട് ഇങ്ങ് വരി, എല്ലാത്തിനും പിടിച്ച് കടലിൽ മുങ്ങും ഞാൻ. അനുസരണ പഠിച്ചിട്ട് ഇവന്മാർ ഇനി കരയ്ക്ക് കയറിയാൽ മതി. എന്നാ വിവേകമൊന്നും കാണിക്കല്ല. പിള്ളേരൊക്കെ നന്നായിക്കോളും. ഞാനും ഇനി ശ്രദ്ധിച്ചോളാം. നീ ചായ കുടിക്കും. ഇനി നിങ്ങളൊരു കാര്യം ചെയ്യും. ആ പിള്ളേർക്ക് നീട്ടി ഒരു ഹാപ്പി ഈസ്റ്റർ കൊടുത്താണ് അഡ്വാൻസ് ആയിട്ട്. നമ്മൾ നോക്കിയിരിക്കാൻ വേണ്ടില്ലേ? ഹാപ്പി ഈസ്റ്റർ. ഹാപ്പി വിഷു.